ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോറ് വേണ്ട, പുളിമാവ് വേണ്ട, ഈസ്റ്റ്, സോഡ, ഈനോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. അരിയും ഉഴുന്നും പിന്നെ ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നല്ല പഞ്ഞി പോലത്തെ ഒട്ടും പുളിപ്പില്ലാത്ത ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ കാണുന്ന പോലെ നല്ല വെണ്ണ പോലുള്ള ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെറും 2 സ്പൂൺ ഉഴുന്ന് മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും തന്നെ കളയാതെ വീഡിയോയിലേക്ക് പോകാം. പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റേഷൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഏകദേശം ഒരു 15 ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പച്ചരിയാണിത്. അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഈ 2 ഗ്ലാസ് പച്ചരിയിലേക്ക് വെറും 2 സ്പൂൺ ഉഴുന്ന് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കാനും ഹെൽത്തി ആയിരിക്കാനുമാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ അരിയും ഉലുവയും ഉഴുന്നൊക്കെ കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അരി കുതിർത്താൻ വെക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ കുതിർന്നു കഴിഞ്ഞ് നമ്മൾ കഴുകുമ്പോൾ അരി പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ അരിയും ഉഴുന്നും ഒക്കെ വേറെ വേറെ ഒന്നും ഞാൻ സോക്ക് ചെയ്യാൻ വെക്കാറില്ല കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് തിരുമ്മി കഴുകിയതിന് ശേഷം ഈ അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ മാത്രമേ ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അരിയും ഉഴുന്നും ഒക്കെ ഏകദേശം 5 മണിക്കൂറോളം ഞാനിവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കാനായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അരയ്ക്കുന്നതിന് വേണ്ടി ഗ്രൈൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മിക്സിയിൽ നമുക്ക് ലിറ്റർ കണക്കിന് മാവ് അരച്ചെടുക്കാൻ പറ്റും. 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ അരി അരച്ചെടുക്കുന്നത്. അതിനു വേണ്ടി കുതിർത്ത് വെച്ച അരിയിൽ നിന്ന് പകുതി എടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് നമ്മുടെ മാവ് പുളിപ്പിക്കാൻ ആവശ്യമായ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഡ്ഡലിയും ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും അതുപോലെ അതിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരുന്നതിനും വേണ്ടി നമ്മൾ സാധാരണയായി ചേർക്കാറുള്ളത് ചോറല്ലേ. ഇവിടെ ചോറിന് പകരമായിട്ട് ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് അവലാണ് ചോറിന് പകരമായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത്. 1/2 ഗ്ലാസ് അവലെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. പിന്നെ ഇത് നേരത്തെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അരിയൊക്കെ മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം കുതിർത്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. മട്ട അവലായതുകൊണ്ട് ഇതിന് ചെറിയൊരു ചുവപ്പ് നിറമുണ്ട്. അങ്ങനെ ആ ചുവപ്പ് നിറം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം മാത്രം കുതിർത്തെടുക്കാം. അതല്ലെങ്കിൽ വെളുത്ത അവൽ വാങ്ങാൻ കിട്ടും, അതെടുത്താലും മതി. എനിക്കിവിടെ ചുവന്ന അവലാണ് കിട്ടിയത്. കുതിർത്തെടുത്ത അവലും അരിയോടൊപ്പം മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇഡ്ഡലി ബാറ്റർ നല്ല തിക്കായിട്ട് കിട്ടണം. ഇതേ കണ്ടോ, ഫസ്റ്റ് ബാച്ച് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്ര ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു തരുതരിപ്പ് പോലെ അരച്ചെടുത്താൽ മതി. ബാക്കിയുള്ള അരിയും ഉഴുന്നും കൂടി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുക്കുന്ന ഈ സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കാറുള്ളത്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഏകദേശം 2 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. സ്പൂൺ വെച്ച് ഇളക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൈ കൊണ്ട് ഇളക്കുന്നതാണ്. ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊന്തി വരാൻ ഏറ്റവും നല്ലത്. മാവ് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയ ശേഷം പാത്രം ഒന്ന് അടച്ച് ഇതൊന്ന് പുളിപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം. പിന്നെ ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് മാവ് പുളിച്ച് പൊന്തിയില്ലെങ്കിലോ എന്നോർത്ത് ഞാനിത് കുറച്ച് ചൂടുവെള്ളത്തിലാണ് പുളിപ്പിക്കാനായിട്ട് ഇറക്കി വെക്കുന്നത്. ഒരു വലിയ പാത്രത്തിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മാവിൻ്റെ പാത്രം ഇറക്കി വയ്ക്കാം. ഏകദേശം 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നമ്മുടെ മാവ് ഇങ്ങനെ വെച്ചാലാണ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരികയുള്ളൂ. ഇന്നലെ രാത്രിയിൽ പുളിപ്പിക്കാനായിട്ട് വെച്ച നമ്മുടെ മാവ് എന്തായെന്ന് ഒന്ന് നോക്കിയാലോ. ഇതേ കണ്ടോ, പാത്രം നിറയെ പൊന്തി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് കോരി നോക്കാം. ചോറ് വേണ്ട, പുളിമാവ് വേണ്ട, ഈസ്റ്റ്, സോഡ, ഈനോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. നമ്മുടെ മാവ് നല്ല വെണ്ണ പോലെ പൊന്തി വന്നിരിക്കുന്നത് കണ്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാവ് അധികം അങ്ങോട്ടിട്ട് ഇളക്കരുത് കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം പതുക്കെ മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. ഉപ്പ് ചേർത്ത് മെല്ലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. പിന്നെ ഉപ്പ് ചേർത്തതിന് ശേഷം ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്കെടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. കഴുകിയെടുത്ത് ഇഡ്ഡലി തട്ട് ഒരു ടവൽ വെച്ച് നന്നായിട്ടും തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരൽപ്പം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ തൂത്ത് കൊടുക്കാം. നനവുള്ള തട്ടിലേക്ക് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചുണ്ടാക്കിയാൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇഡ്ഡലി പൊട്ടിപ്പോകും.
2 തട്ടിൽ ഞാനിവിടെ വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി വേവിക്കാൻ ആവശ്യമായ വെള്ളം അടുപ്പത്തേക്ക് വെക്കാം. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഇഡ്ഡലി തട്ട് പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. ആദ്യ തട്ട് വെച്ചതിന് ശേഷം കുഴിയുടെ ഏതാണ്ട് 1/4 ഭാഗത്തോളം മാവ് കോരി ഒഴിക്കാം. അടുത്ത തട്ട് ഇത് ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇനി ഇതിലേക്കും കുഴിയുടെ 1/4 ഭാഗത്തോളം മാത്രം മാവ് കോരി ഒഴിക്കാം. ഇഡ്ഡലി വെന്ത് വരുമ്പോൾ കുഴിയുടെ മുകളിലേക്ക് പൊന്തി വരും. അതുകൊണ്ട് 1/4 ഭാഗത്തോളം മാവ് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതടച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. 7-8 മിനിറ്റ് മതി നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടാൻ. ആദ്യത്തെ ഒരു 3 മിനിറ്റ് നേരത്തേക്ക് മസ്റ്റായിട്ടും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ആവശ്യത്തിന് പൊന്തി വരില്ല. 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് 3-4 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇഡ്ഡലി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 8 മിനിറ്റോളായി. നമുക്കിതൊന്ന് എടുത്ത് നോക്കിയാലോ? കണ്ടോ, നമ്മുടെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ തട്ടിൽ നിന്ന് വേർപെടുത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലിയുടെ സൈഡൊക്കെ പൊട്ടി ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. പിന്നെ ഇത് പെട്ടെന്ന് വെട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ടാപ്പിനടിയിലേക്ക് ഒന്ന് കമഴ്ത്തി പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നന്നായി തണുത്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്നും ഇത് ഇതുപോലെ കൈകൊണ്ട് പെറുക്കിയെടുക്കാം. ഒട്ടും പൊട്ടിപ്പോവില്ല. അതുമാത്രമല്ല, നമ്മൾ ചോറിന് പകരമായിട്ട് ഇവിടെ അവലാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഒട്ടും പുളിപ്പില്ലാത്ത നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ചോറൊക്കെ അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി വൈകുന്നേരം ആകുമ്പോഴേക്കും പുളിച്ചു പോകും, അല്ലെങ്കിൽ വളിച്ചു പോകും. എന്നാൽ അവലരച്ച് ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ 1-2 ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചാലും ഈ ഇഡ്ഡലി അധികം പുളിച്ചു പോവുകയില്ല, കേടാവുകയില്ല. 2 സ്പൂൺ ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കിയ പഞ്ഞി പോലെ സോഫ്റ്റായ ഇഡ്ഡലിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വ്യൂവേഴ്സ്.